ചില ആൾക്ക് മീത്താരാ മെറിയാന്ന് പോലും അറിയില്ല. മിരിയേട്ടാന്ന് വിളിക്കുന്ന ആളുണ്ട്, മീത്തേച്ചിന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. ആരായി ഇരിക്കുന്നേ? മിത്തോടൻ എന്റെ മുന്നിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യും, പക്ഷേങ്കിൽ സ്ട്രോങ് അല്ലെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. മിത്തോട് ചന്തയിൽ തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച ഇത് ചന്തിയിലാകും. ചന്തിക്ക് വരെ മെറിന്റെ വേൾഡ് ഇസ് വെരി സ്മോൾ. ഹസ്ബൻഡ്, ബേബി, അമ്മായിയമ്മ, ആൻഡ് ദെൻ ഹർ പേരൻസ് ആൻഡ് 3 of her friends and my friends. പിന്നെ അവളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അവളുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ. ചെറുപ്പത്തിൽ ഭയങ്കര പ്രശ്നങ്ങളോടുകൂടി വളർന്നത്. അപ്പൊ അതൊക്കെ എനിക്ക് ഒരു സാധനം വേസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് ഫുഡായാലും ഡ്രസ്സായാലും നശിപ്പിക്കുന്നതോ വെറുതെ വെക്കുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്യാത്തതാണ്, പക്ഷെ അത് യൂസബിൾ ആണ്, വേറെ ഉപകാരപ്പെടുന്ന തന്നെയാണ്. മെറി ഒരു സ്ഥലത്ത് തന്നെ വിടാറില്ല. അപ്പൊ മിലിയോ പോയാലും കുഴപ്പമില്ല, മിത്തോട് അവിടെ പിടിച്ചോണ്ടാണ് റോഡ് ഒക്കെ സഹിക്കാം. നമ്മൾ റോഡ് തിരിച്ചു വരും. ഇതിങ്ങനെ മറ്റേ കേശുവിന്റെ വീട് ദിലീപ് നടക്കുന്ന പോലെ ഒരു നടത്താം, പിന്നെ ആരെങ്കിലും തിരിച്ചു അമ്മ വടിയൊക്കെ എടുത്തിട്ട് വരിക. കുണ്ടിൽ ഇങ്ങനെ കാല് വീണു. അപ്പൊ ഓ മൈ ഗോഡ് അച്ഛമ്മേന്ന് പറഞ്ഞു. വേറൊരു സാധനം പഠിച്ചിട്ടുണ്ട്, എന്തെങ്കിലൊക്കെ താഴത്തൊക്കെ വീണാൽ അതെടുത്തിട്ട് എന്താ കഥ ഇത്? മുല്ല പോലെ ഓ മൈ ഗോഡ്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ചില ചേച്ചിമാരൊക്കെ ഉണ്ടാകും, നമ്മളോട് വന്നിട്ട് പറയും അയ്യോ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വാങ്ങാൻ വയ്യ. അപ്പൊ ഞാൻ പ്രൊഫൈലിൽ പോയി നോക്കും ആക്ച്വലി അങ്ങനെയുള്ള ആൾക്കാർ. അപ്പൊ അവർക്കൊക്കെ നമ്മൾ അഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഞാൻ അയച്ചു കൊടുക്കും. നമ്മൾ അണ്ടല്ലൂർ ധർമ്മടംകാരുടെ ഒരു ഹൃദയമിടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അണ്ടല്ലൂർ ഉത്സവം. ആ ഉത്സവത്തിൽ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു വൈബ് മനസ്സിലാവും. നിങ്ങൾ ഒരു വീട്ടിൽ നിങ്ങളെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ ഒരു ബാത്റൂം പോകാൻ ഒരു വീട്ടിൽ കയറി ചെന്നാൽ നിങ്ങൾ അവിടുത്തെ കുടുംബക്കാരായി. എയർപോർട്ട് പോലീസ് എയർപോർട്ട് എന്നെ കൊടുക്കും. അതെന്താ എനിക്കറിയില്ല. എനിക്ക് ടെൻഷനായി, ഞാൻ അറിയാണ്ട് ഇയാള് കള്ള ബിസ്ക്കറ്റും ചുച്ചാ ഐ ലവ് യു എന്ന് പറയും. അപ്പൊ പറയും പപ്പേ ഐ ലവ് യു, പപ്പ ഐ ലവ് യു. അത് കേൾക്കുമ്പോൾ ഒരു റിലാക്സേഷൻ, ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതും കേട്ടാ മതി എനിക്ക്. ഹായ്, ഇന്ന് വൈറ്റ് ചെക്കിൽ നമ്മുടെ കൂടെ ഉള്ളത് മീറ്റ് ആൻഡ് മെറിയാണ്. പക്ഷെ മീറ്റ് മെറി എന്ന് വിളിക്കാനാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. വെൽക്കം ടു yes27. ഇതിപ്പോ രണ്ടുപേരല്ല അല്ലെ, മിഥുൻ ഋതുഷ, നമുക്ക് മീറ്റ് മെറിയാണ്. എന്റെ അമ്മയൊക്കെ ഭയങ്കര കട്ട ഫാനാണ്. നമ്മൾ ആ കാര്യത്തിൽ ഭയങ്കര ലക്കി അല്ലെ. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്ന് പറയുന്നത് വീട്ടമ്മമാരും ചേച്ചിമാരും അങ്ങനത്തെ കുഞ്ഞു കുട്ടികളൊക്കെ. നമ്മൾ എവിടെ പോയാലും നമ്മൾ ആദ്യം റെക്കഗ്നൈസ് ചെയ്യുന്നത് കുഞ്ഞു മക്കൾ. ഞാൻ ചിലപ്പോൾ എനിക്ക് 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ നമ്മളെ വിളിച്ചിട്ട് പറയും ഉപ്പ അല്ല അച്ഛാ ഇത് യൂട്യൂബർ. അത് ആ കുഞ്ഞു പിള്ളേര് പറയുന്നതൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ്. നമുക്കൊരു നെക്സ്റ്റ് ഡോർ ഫീലിംഗ് ആണ്. അതെ അതെ, നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് അറിയുന്ന ഒരാളെ പോലെ. അതെ, നമ്മളോട് ഈവൻ പെരുമാറുന്നത് പോലും അങ്ങനെയാണ്. നമ്മളെപ്പോഴും കാണുന്നത് അല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊരാളെ പോലെ തന്നെയാണ്. നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവില്ലേ, അതില്ല നമ്മളോട്ട് അങ്ങനെയൊക്കെ. നമ്മളിങ്ങനെ ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ട്, എന്തൊക്കെ പറയുന്നുണ്ട്, കേൾക്കുകയൊക്കെ ചെയ്യും. പക്ഷെ പെട്ടെന്നൊക്കെ ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് പേടിച്ചു പോകും. പക്ഷെ അത് ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മൾ അത്രയും കണക്റ്റഡ് ആണ് അന്നേരമാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം നമ്മുടെ കേരളത്തിൽ എന്തോരം ആൾക്കാരുണ്ട്, എന്തോരം ക്രിയേറ്റേഴ്സ് ഉണ്ട്, എന്തോരം ടാലന്റുള്ള ആൾക്കാർ. അതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മളെ ആൾക്കാരെ തിരിച്ചറിയാന്ന് പറയുന്നത്, ഈവൻ ഒരു 5 ആൾ തിരിച്ചറിയുന്നത് കൂടി വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഫേസ്ബുക്കില് ആക്റ്റീവ് അല്ല, ഫേസ്ബുക്കിൽ ഷോർട്സ് മാത്രമേ ഇടുന്നുള്ളൂ. കാരണം എന്താ പറയുക, ഇപ്പം ആക്ച്വലി നമ്മൾ ഈ വീട് പണി പിന്നെ പാഞ്ചാലി ഇതൊക്കെ കൊറേ മാസങ്ങളല്ല കൊല്ലങ്ങളായി. പണ്ടൊക്കെ കണ്ടന്റ് വീഡിയോസ്, കോമഡി വീഡിയോസ് ഒക്കെ ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ എടുക്കാറുണ്ടായിരുന്നു. അത് പിന്നെ കുറഞ്ഞു. പിന്നെ യൂട്യൂബ് ഷോർട്സ് വന്നതിന് ശേഷം ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കാണാനും ഇഷ്ടം ഷോർട്സ് ആണ്. ആ ഒരു 1 മിനിറ്റിന്റെ വീഡിയോ ആണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ അതിലേക്ക് ചുരുങ്ങി. പക്ഷെ ഇപ്പൊ നമ്മള് വീടൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാറുമല്ലേ. നമ്മള് ഇപ്പൊ പുതിയ വീട് വന്ന് എല്ലാം പുതിയതായിട്ട് തുടങ്ങണം. നമ്മള് ഈ വ്ളോഗിങ് അധികം അങ്ങനെ ചെയ്യാറില്ല. ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ വലിയ ലോങ് വീഡിയോ നമ്മളെപ്പോഴും ഡ്രാമാസ് ആണ് ചെയ്യാറ്, ചെറിയ ചെറിയ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യുന്നത്.
പക്ഷെ അത് സമയം എടുക്കും ചെയ്യുന്നത്. നമ്മൾ ചില പണ്ട് നമ്മള് 5 million ഒക്കെ പോയ ഡ്രാമയുണ്ട്, അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് രാത്രി 2 മണി 3 മണിക്കൊക്കെയാ. എഡിറ്റിംഗും അങ്ങനെ തന്നെ ചെയ്യും. സ്ക്രിപ്റ്റ് ചെയ്യാറില്ല, നമ്മൾ ജസ്റ്റ് ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് അതൊരു ഗിവ് ആൻഡ് ടേക്ക് പോലെ. മെറീന്റെ അടുത്ത് ഇപ്പൊ ഞാൻ പറയും ഇതാണ് സിറ്റുവേഷൻ, യു ക്യാരി ഓൺ എന്ന് പറയുമ്പോൾ മെറിയുടെ ഡയലോഗ് പറയാം. അപ്പം എന്തോ ഭാഗത്ത് എനിക്ക് കിട്ടുന്ന നമ്മൾ നോർമൽ സംസാരിക്കുന്ന പോലെ ഡയലോഗ് ഒക്കെ. ഇവൻ നമ്മുടെ കൂടെ നിൽക്കുന്ന എൻ്റെ അനിയനായാലും സുറുമിയായാലും ഒക്കെ അവരൊക്കെ ജസ്റ്റ് ത്രെഡ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, സിറ്റുവേഷൻ പറയും, പിന്നെ ഇവരങ്ങ് ഡെവലപ്പ്. അത് വീട്ടിൽ തന്നെ നടന്ന ചില റിലേറ്റബിൾ ആയിട്ടുള്ള കോണ്ടന്റ് ആയിരിക്കും. അപ്പൊ അതാണ് ഒന്ന് കുറച്ച് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു 5 minutes 10 minutes വീഡിയോ ആക്കുന്നത്. അതുകൊണ്ടാണ് ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇഷ്ടം. 5 million അല്ലേ സബ്സ്ക്രൈബേഴ്സ്? യൂട്യൂബിൽ 5 million plus ആയി, ഇൻസ്റ്റയില് 1 million plus ആയി. അവര് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അത് വലിയ വീഡിയോക്ക് വേണ്ടിട്ട്. ശാന്തിന് ചോദിച്ച പോലെ തന്നെ ആൾക്കാർ നമ്മളടുത്ത് ചോദിക്കാറുണ്ട്, ആ വലിയ വീഡിയോസ് കാണാറില്ലല്ലോ ഇപ്പം എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഇന്ന് ഇങ്ങോട്ടാ വരണേന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോ അമ്മ അവര് വലിയ വീഡിയോ ഒന്നും ഇപ്പൊ ഇടണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പാഞ്ചാലി ബസ്സിലേക്ക് വന്നപ്പോ ബിസി ആയിട്ട്. നമ്മളിപ്പോ എവിടെ പോയാലും ആദ്യമൊക്കെ എല്ലാരും പറഞ്ഞ പോലെ മീത്ത് മിരി അതിൽ ചില ആൾക്ക് മീത്താരാ മെറിയാന്ന് പോലും അറിയില്ല. മിരിയേട്ടാന്ന് വിളിക്കുന്ന ആളുണ്ട്, മീത്തേച്ചിന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കൊരു മിത്രേട്ടാന്ന് വിളിക്കുന്നത് കൊണ്ട്. അതെ, അപ്പം ഇപ്പം ആൾക്കാർ എന്നാലും ഇപ്പം പോകുമ്പം ആൾക്കാർ പാഞ്ചാലി അത് നമ്മളെ ബ്രാൻഡിന് അത്രയും റെക്കഗ്നൈസ് ആയി കഴിഞ്ഞു. പക്ഷെ എനിക്കത് കേൾക്കുമ്പോ സങ്കടം, അയ്യോ മീത്തുമരി ഇപ്പൊ ഇല്ലേ. ഇല്ല, ഇതായിരിക്കും കൂടുതൽ ഇപ്പൊ രജിസ്റ്റേർഡ് ആയത്, പ്രത്യേകിച്ച് സ്ത്രീകളില്. കാരണം അവരാണല്ലോ ഈ സാരി, നമ്മളുടെ ആ ഒരു പാഞ്ചാലിയിലുള്ള കംപ്ലീറ്റ് ഫോളോവേഴ്സിൽ 99% ഫീമെയിൽസ് ആണ്. അപ്പൊ ഞാൻ ഇടക്കിടക്ക് ഈശ്വരൻ ഞാൻ ഔട്ടായി പോയോ, ഇതിനൊരു പാഞ്ചാലം തുടങ്ങേണ്ടി വരും. പാഞ്ചാലിയിലുണ്ടല്ലോ ചേട്ടനാണല്ലോ മറ്റേ ഭയങ്കര മാഡം അതാണ് രജിസ്റ്റർ ആയത്. സത്യം മാഡം 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 എല്ലായിടും പോയാലും മാഡം. അത് ഞാൻ വോയിസ് അല്ലേ, 90% വോയിസ് ആണ് ഞാൻ കൊടുക്കുന്നത്. മെറീന്റെ പിറകുന്നല്ലേ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഞാൻ കാണാതിരുന്ന എനിക്കൊരു സങ്കടമായി, ഞാനില്ലല്ലോ. പിന്നെ ഒരു ഈഗോയിസ്റ്റിക് സംഭവം ഇല്ലല്ലോ, സാരി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമല്ലോ, അത് കുറവല്ലേ സത്യത്തില്. ഒരുപാട് പേജസ് ഉണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ അതില് ഇങ്ങനെ ഒരു മെയിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത് കുറവാണ്, ഭയങ്കര കുറവാണ്, റയറാണ്. അപ്പൊ അത് ചെയ്യുമ്പോ തന്നെ അത് ഭയങ്കര രജിസ്റ്റേർഡ് ആണ്. പിന്നെ ബഡ്ജറ്റ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാ. നമുക്ക് എന്തായാലും സാലറി കിട്ടുമ്പോൾ 2 മേടിക്കാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു ബഡ്ജറ്റാണ്. ക്വാളിറ്റിയും അത് അടിപൊളി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ ബ്ലാക്ക് മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇട്ടിരിക്കുന്നൊക്കെ പാഞ്ചാലിയാണ്. ഇപ്പൊ സ്ഥിരം പാഞ്ചാലി മാത്രല്ലേ അതേ ഇടാറുള്ളൂ. അലമാരയില് വേറെ കുറച്ച് സാരി എന്നെ വിളിക്കാറുണ്ട്, ഡോണ്ടു നമ്മ പാഞ്ചാലി എല്ലാ ദിവസവും നമ്മളിങ്ങനെ സാരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോ ഒരു ദിവസം 2 സാരി വെക്കുമ്പോ ഈ മെരി എടുക്കുന്ന സാരീസ് ഒക്കെ മെരിക്കാൻ, പിന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാമല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് സെയിൽ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം എനിക്ക് തോന്നുന്നു മെറീന്റെ ഒരു 2 cupboards നിറച്ചും ബ്ലൗസസ് ആയിരിക്കും. കാരണം എല്ലാ ബ്ലൗസും ഈ വർക്കൊക്കെ ചെയ്യുന്ന കുറെ ഡിസൈനേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് ഒരു ബിസിനസ് ആണ്, അവരെയും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പം അങ്ങനെ ഹെവി ആയി ചെയ്ത ബ്ലൗസസ് ഒരു കബേർഡ് നിറച്ചും, പിന്നെ ഒരു കബേർഡ് ഒന്നുമല്ല അല്ലേ, 1000 സാരി ആയിരിക്കും. ഇല്ല, പക്ഷെ ഞാനത് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. എന്റെ മിത്തോടെ പറഞ്ഞ പോലെ നമ്മളെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഓഫ്കോഴ്സ് നമ്മൾ കസിൻസിനൊക്കെ ഡ്രസ്സ് അങ്ങനെയൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്യുന്നത് അവർക്ക് സുഖമായി. എല്ലാ വീക്കും ഒരു ഡേ ക്ലീനിങ്. പക്ഷെ ഇത് അക്ഷയപാത്രം പോലെയാ, ഇതിങ്ങനെ പക്ഷെ അതൊരു സത്യമാണ്, നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ സാരി എല്ലാം ഒരു പ്രാവശ്യം ഇടുന്നതൊക്കെ. പിന്നെ ചില നമ്മുടെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ചില ചേച്ചിമാരൊക്കെ ഉണ്ടാണ്, നമ്മളോട് വന്നിട്ട് പറയും അയ്യോ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വാങ്ങാൻ വയ്യ. അപ്പൊ ഞാൻ പ്രൊഫൈലിൽ പോയി നോക്കും ആക്ച്വലി അങ്ങനെയുള്ള ആൾക്കാർ. അപ്പൊ അവർക്കൊക്കെ നമ്മള് ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഞാൻ അയച്ചു കൊടുക്കും. ഈവൻ എന്റെ ഡ്രസ്സസും 1 time ഒക്കെ ചിലത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അപ്പൊ അങ്ങനത്തെ ഒക്കെ ഞാൻ അയച്ചു കൊടുക്കും. മിലിയോന്റെ ഡ്രസ്സസ് ഒക്കെ അങ്ങനെ. അതങ്ങനെ നമുക്കത് പ്രൊമോട്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ വന്ന ആളാണ്. ചെറുപ്പത്തിൽ ഭയങ്കര പ്രശ്നങ്ങളോടുകൂടി വളർന്നത്. അപ്പൊ അതൊക്കെ എനിക്ക് ഒരു സാധനം വേസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. അത് ഫുഡായാലും ഡ്രസ്സായാലും നശിപ്പിക്കുന്നതോ വെറുതെ വെക്കുന്ന ഒന്നും ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്യാത്തതാണ് പക്ഷെ അത് യൂസബിൾ ആണ്, വേറെ ആൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് ഞാനത് പറയും, കൊടുക്കും. ഫാമിലിയിൽ കൊടുക്കും, ഫ്രണ്ട്സ്, എന്റെ വീട്ടിലൊക്കെ ഫ്രണ്ട്സും എനിക്ക് ഏറ്റവും ഇഷ്ടം അതാ.
എന്തെങ്കിലും എടുത്തു കൊടുക്കണം കൊടുക്കണം. പിന്നെ നിങ്ങളുടെ നാടിന്റെയും ഒരു പ്രത്യേകതയാണ് കണ്ണൂർക്കാരുടെ ഭയങ്കര ആ ഭയങ്കര പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ തലശ്ശേരി ഈ ഒരു ഏരിയ വരുമ്പം ആൾക്കാർ, നിങ്ങൾ ഒരു വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആൾക്കാരുടെ ഒരു വെൽക്കമിങ്, ഭക്ഷണം. ഇവരേറ്റവും നമ്മളേറ്റവും ഗസ്റ്റിനെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ആക്ച്വലി രണ്ടുപേരും വന്നപ്പോ എന്നോട് ചോദിച്ചത് അത് തന്നെയാ, നിങ്ങൾ കഴിച്ചോ? അല്ല, അത് ഈ ഒരു നാടിന്റെ, നമ്മളാണെങ്കിൽ അവിടെ നിന്ന് പറയുമല്ലോ, കണ്ണൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര. അത് നമ്മുടെ ഒരു ഉത്സവം ഉണ്ട് കേട്ടോ, അണ്ടല്ലൂര്. ഞാൻ പറഞ്ഞപ്പോ ഗൂസ്ബം വന്നു. നമ്മുടെ ഏറ്റവും നമ്മുടെ ഈ തലശ്ശേരി, നമ്മുടെ അണ്ടല്ലൂർ ധർമ്മടംകാരുടെ ഒരു ഹൃദയമിടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അണ്ടല്ലൂർ ഉത്സവം. ആ ഉത്സവത്തിൽ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു വൈബ് മനസ്സിലാവും. നിങ്ങൾ ഒരു വീട്ടിൽ നിങ്ങളെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ ഒരു ബാത്റൂമിൽ പോകാൻ ഒരു വീട്ടിൽ കയറി ചെന്നാൽ നിങ്ങൾ അവിടുത്തെ കുടുംബക്കാരായി. അവര് നിങ്ങളെ ക്ഷണിച്ച് വീട്ടിലിരുത്തി ചായകൾ തന്നും, നമുക്കൊരു അവിലും പൊരിയും എന്നിട്ടൊരു സാധനം, അതാണ് നമ്മുടെ പ്രസാദം. അവിലും പൊരിയും പഴമൊക്കെ കുഴച്ചൊരു അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം ചായയും തന്ന് അത് കഴിഞ്ഞ് നിങ്ങൾ ഭക്ഷണം കഴിച്ച് വിടുള്ളൂ. നമ്മളെപ്പോഴും ഇപ്പൊ എങ്ങനെയാന്ന് അറിയില്ല, പക്ഷേങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ എക്സ്ട്രാ ഫുഡ് നമ്മൾ കരുതും. കാരണം ഉത്സവത്തിന് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നമുക്ക് അറിയുന്നത്, അവരെപ്പോഴും നമ്മളെ വീട്ടിൽ വരുമല്ലോ. അപ്പൊ അവർക്കൊക്കെ ആയിട്ടുള്ള ഫുഡ് നമ്മൾ അവിടെ ഉണ്ടാക്കും. അത് മസ്റ്റാണ്. ആരും വന്നിട്ട് ഫുഡ് ഇല്ല, ഫുഡ് കഴിക്കാണ്ട് പോകുന്നത് ആക്ച്വലി ഫുഡും അടിപൊളിയാണല്ലോ. പിന്നെ വെജിറ്റേറിയൻ ആയിരിക്കും ആ 7 days നമ്മൾ വെക്കും. പക്ഷെ നല്ല, ഇത് തലശ്ശേരിയിലാണ്. അതെ, ഇത് തലശ്ശേരി ഗ്രാമം ധർമ്മടാണ് അണ്ടല്ലൂർ. എന്തൊക്കെയാ പ്രത്യേകത അവിടുത്തെ? അവിടെ ആക്ച്വലി ശ്രീരാമന്റെ ഒരു തെയ്യാണ്. ശ്രീരാമൻ കെട്ടി ആടുന്ന തെയ്യം എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉള്ള. ശ്രീരാമനും സീതയും ലക്ഷ്മണനും. അപ്പോൾ അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. മെയ്യാല് കൂടാന്നൊക്കെ പറഞ്ഞൊരു ചടങ്ങുണ്ട്. അത് അവിടെയുള്ള നമ്മളെ ദേശവാസികൾ ആണുങ്ങള് വ്രതം എടുത്തിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ശ്രീരാമന്റെ കൂടെ ഇങ്ങനെ 7 ദിവസം തോർത്തും മുണ്ടൊക്കെ ഇട്ടിട്ട് മാത്രമേ അവർ ചെയ്യുള്ളൂ. അത് ഫെബ്രുവരിയിലാണ് വരുന്നത്. മസ്റ്റ് വിസിറ്റ്, എന്തായാലും വരണം കേട്ടോ. നമ്മളെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് 7 ദിവസം കണ്ടോളൂ. അതെ, അത് ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഉത്സവമാണ്. ഭയങ്കര. പണ്ടൊന്നും ആൾക്കാര് ഉത്സവത്തിന് വന്ന് ഞാൻ ക്ഷണിക്കത്തൊന്നുമില്ല. എല്ലാരും ഏത് വീട്ടിലാ കാണുന്നത് അവിടെ പോവാ, അവിടുന്ന് ഭക്ഷണം കഴിക്കും. എന്റെ വീട്ടിലൊക്കെ ഇപ്പോഴും അങ്ങനെ. എന്റെ അമ്മയുടെ ഏച്ചിയൊക്കെ ഉണ്ട്, ചോറുണ്ടാക്കുമ്പം അവര് ഇപ്പൊ 5 ആളാണ്, നമ്മൾ 5 ആൾക്ക് അളന്നിട്ടൊക്കെ ഇല്ലേ, അതങ്ങനെയല്ല, ഒരു ലെവലിൽ അങ്ങ് ഉണ്ടാക്കും. അത് പണ്ടത്തെ ഒരു ഇതാണ്. വീട്ടിലെപ്പോഴും ആളെ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഗസ്റ്റിന്. ആരെങ്കിലും വന്നാൽ അവർക്ക് കൊടുക്കണ്ടേ എന്നുള്ള ചിന്തിച്ചിട്ട് മാത്രമേ ഒരു ഫുഡ് വയ്ക്കുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ഫുഡ്. നിങ്ങളൊക്കെ എപ്പം വന്നാൽ നമ്മളെ വീട്ടില് എപ്പോഴും ആൾക്കാരായിരിക്കും. നമ്മളെ ക്യാമറാമാനും മേക്കപ്പ് ആർട്ടിസ്റ്റും അല്ലാത്ത ആൾക്കാർ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരുമ്പോ അവര് ഫുഡ് കഴിച്ചിട്ടേ പോവുള്ളൂ. അല്ലെങ്കിൽ അമ്മ വിടില്ല. ഫുഡ് കഴിക്കുന്ന മാത്രമല്ല, പോകുമ്പോഴത്തേക്ക് അമ്മ 2-3 ബോട്ടിൽ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കും. അതിന് പോയ ഉടനെ എന്നോട് ചോദിക്കും, അവർ വിളിച്ചു ചോദിക്കും അച്ചാർ എങ്ങനെയുണ്ട്, അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു, ഉച്ചക്ക് പോയ ഫുഡ് കഴിക്കാൻ. അത് ഇവിടുന്ന് മിലിയോന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? മിലിയോ ഒരു കുറുമ്പനായിട്ട് വരുന്നുണ്ട്. എത്ര വയസ്സ്? 3 വയസ്സായി മിലിയോ. പ്ലേ സ്കൂളിൽ പോകുന്നുണ്ട്. ഇന്ന് ക്രിസ്മസ് ഫംഗ്ഷനൊക്കെയാ, അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് അപ്പൂപ്പനായിട്ടാ പോയത്. അതിന്റെ ഒരു സന്തോഷം. മിലിയോ ചെറുത് കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഭയങ്കര പാവായിരുന്നു. പറയും മിലി എന്നെ പോലെ പഠനമാണോ. അല്ല, അമ്മ എപ്പം പറയും മിത്തുവിനെ കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല, അവനൊരു പാവായിരുന്നു, ഇരുത്തി കഴിഞ്ഞാൽ ഇരുത്തിയെടുത്തായിരുന്നു. അപ്പൊ ഞാനും മിലിയോനെ കൊണ്ട് അങ്ങനെ വിചാരിച്ചത്. കാരണം ഒരു 1.5 വയസ്സ് വരെ ഒരു പ്രശ്നമില്ല, കരയൊന്നുമില്ല. രാത്രി ചില കുട്ടികൾ കരയും, നമ്മൾ ഉറങ്ങാനൊന്നും വിടില്ല. മിലിയോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്ത കുട്ടിയായിരുന്നു. ഒരു 9 ആകുമ്പോൾ ഉറങ്ങും, പിന്നെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഫീഡ് ചെയ്ത് നമ്മൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു 2 വയസ്സൊക്കെ കഴിഞ്ഞപ്പോ എന്റെ മോനെ ഇപ്പൊ ഒരു 2 കണ്ണൊന്നും പോരാ, ഒരു 5-6 കണ്ണ് അവന്റെ മുകളിൽ വേണം, എന്നാ മാത്രമേ. ഭയങ്കര ലക്കിയാ. നമ്മൾ എവിടെയെങ്കിലും ഷൂട്ടിന് പോകുമ്പോ മിലിയോനെ നമ്മള് കൂട്ടില്ല. അങ്ങനെ കുഴപ്പമുണ്ടോ? പരിചയക്കേടുണ്ടോ വീട്ടിൽ? അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതിപ്പം റീസെന്റ് ആയിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അച്ഛനും പപ്പയും അമ്മയും വേണം എന്നുള്ളവര്. എന്താ വിളിക്കാ? അപ്പ അമ്മ? മിത്തേട്ടനാ പപ്പ എന്നാ വിളിക്കാം, എന്നെ അമ്മ എന്നാ വിളിക്കാം. നമ്മള് ഞാൻ എന്റെ അച്ഛനെ പപ്പ എന്ന് വിളിക്കുന്നത്, പപ്പേന്റെ പപ്പ, എല്ലാവരും പപ്പകളാണ്, എല്ലാം പപ്പ എന്ന് വിളിച്ചു. എന്റെ അച്ഛനൊക്കെ പഞ്ചാബീസാ. അപ്പൊ അവർ ആ ഒരു കൾച്ചറാണ്. അപ്പൊ അങ്ങനെ വിളിച്ചു വന്നത്. ഞാൻ മെറീന
അമ്മാന്ന് പകരം മാന്നൊക്കെ വിളിക്കാൻ വേണ്ടി ശ്രമിപ്പിച്ചു. പക്ഷെ എനിക്ക് അമ്മാന്ന് തന്നെ വിളിക്കാം. അപ്പൊ അവർക്കൊരു പക്ഷെ എന്റെ അച്ഛനെ മിലി അച്ഛന്ന് വിളിക്കാം. പിന്നെ നമ്മളത് തിരുത്തിയില്ല. അച്ഛൻ അവൻ അച്ഛന്ന് വിളിക്കും. മിറിന്റെ വീട്ടില് 2 പെൺകുട്ടികൾ, മിരിക്ക് ഒരു സിസ്റ്റർ. അപ്പൊ മിലി ഉണ്ടായപ്പം അച്ഛൻ ഓടി എന്നെ ഹഗ് ചെയ്തിട്ട് പറഞ്ഞു ആൺകുട്ടിയല്ലേ, ഭയങ്കര എക്സൈറ്റഡ് ആയി. എനിക്കൊരു ബേബി ഗേൾ ആയിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അപ്പൊ അച്ഛന് ഭയങ്കര, അപ്പൊ മിലിയ വണ്ണം വെക്കുന്നതിന് അച്ഛന്ന് വിളിക്കുമ്പം അവർക്ക് അതൊരു ഭയങ്കര സന്തോഷം. പിന്നെ നമ്മൾ തിരുത്താൻ അവനായിട്ട് വിളിച്ചതാണ്, നമ്മൾ തിരുത്താൻ. പിന്നെ നമ്മൾ എവിടെ പോകുമ്പം ഏറ്റവും കൂടുതൽ മിറിന്റെ വീട്ടിൽ അവനുണ്ടായിരുന്നു. അപ്പൊ അവര് അച്ഛനും അമ്മേനും അവൻ വിളിക്കുന്നത്. എത്ര ദൂരം അപ്പൊ വീടുകൾ? നമ്മളെ വീട് അടുത്തടുത്താ, ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. പിന്നെ കുഴപ്പമില്ലല്ലോ. വലിയ എല്ലാ വർത്താനങ്ങളൊക്കെ പറയാം. ഇപ്പൊ കണ്ടമുണ്ട് സാധനങ്ങൾ പഠിച്ചു വരുമ്പോൾ ഇന്നലെ ഒരു അമ്മ പറഞ്ഞു, ഇന്നലെ ഓ മൈ ഗോഡ് എന്നൊക്കെ പറയുന്ന കേട്ടു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയും. ഇന്നലെ എങ്ങാണ്ട് കുണ്ടിൽ ഇങ്ങനെ കാല് വീണു. അപ്പൊ ഓ മൈ ഗോഡ് അച്ഛമ്മേന്ന് പറഞ്ഞു. വേറൊരു സാധനം പഠിച്ചിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ താഴത്തൊക്കെ വീണാൽ അതെടുത്ത് എന്താ കഥ ഇത്, എന്താ കഥ അങ്ങനെയൊക്കെ ആൾക്കാരിങ്ങനെ. ഇപ്പൊ സ്കൂള് കൂടെ പോവാൻ തുടങ്ങിയല്ലോ, അപ്പൊ അവിടെ നിന്നൊക്കെ വന്ന് ചോദിക്കോ ഇതെന്താ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എന്റെ അടുത്ത് പിള്ളമാർ ഇങ്ങനെ ഓരോന്നല്ലേ ഓരോന്ന് ചോദിക്കും. ഭയങ്കര സ്നേഹ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയാ, മിലിയോനോട് ഞാൻ ചുച്ച, പല പേരും ഞാൻ വിളിക്കും. അപ്പൊ ഞാൻ ചുച്ചാന്ന് എടുക്കും. ചുച്ച ഐ ലവ് യു എന്ന് പറയും. അപ്പൊ പറയും പപ്പേ ഐ ലവ് യു, പപ്പ ഐ ലവ് യു. അത് കേൾക്കുമ്പോൾ ഒരു റിലാക്സേഷൻ, ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതും കേട്ടാ മതി എനിക്ക്. അതുകൊണ്ട് ഞാൻ എവിടെ പോയിട്ട് വരുമ്പം എന്തെങ്കിലും ഒരു ടോയ് ഞാൻ വേണ്ടി, അതൊരു ദുശീലാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ അതൊരു ഒരു 1 hour ഉണ്ടാവുള്ളൂ, അത് എത്ര എക്സ്പെൻസീവ് ആയാലും. പക്ഷെ അത് കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴുള്ള ആ ഒരു അവരുടെ ഒരു എക്സൈറ്റ്മെന്റ്, അവരുടെ ഒരു ഹാപ്പിനെസ് ഇല്ല, അത് കാണാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ 2 ദിവസമൊക്കെ ട്രാവലൊക്കെ കഴിഞ്ഞ് വരുമ്പം ഇവന് കൊടുക്കുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ്, അത് ആ ഫീൽ ചെയ്യുന്ന മനസ്സിലാണ്. അതെ, നമ്മള് പൈസയോ കാര്യങ്ങളോ ഇത് പൊട്ടിക്കോ അതൊന്നും നോക്കില്ല. അപ്പൊ ഈ അപ്പാന്ന് വിളിക്കുന്നത് അത് മതി, നമ്മളെല്ലാ സ്ട്രെസ്സും ടെൻഷനും പോകും. ഇതുപോലെ പാരന്റ്ഹുഡിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവില്ലേ മുന്നത്തേക്കാൾ? എന്തൊക്കെ വ്യത്യാസങ്ങൾ? മെയിൻ അത് തന്നെ, നമ്മളുടെ പ്രയോറിറ്റി കംപ്ലീറ്റ് ചേഞ്ച് ആവും. നമ്മൾ എവിടെ പോകുമ്പോഴും ഫസ്റ്റ് അവനെയാണ് ചിന്തിക്കുക. എന്ത് ചെയ്യുമ്പോഴും ഫസ്റ്റ് അവൻ എന്താണ്, അവൻ കംഫർട്ടബിൾ, അതായിരുന്നു നമ്മൾ ചിന്തിക്കുക. അതാണ് മെയിൻ. അത് എല്ലാ കാര്യത്തിലും നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടേ വരും. അതാണ് നമ്മളുടെ ഇപ്പൊ എനിക്കിപ്പോ ഇഷ്ടം കല്യാണത്തിന് മുന്നേ മിത്തോട്ടനാണെങ്കിൽ അത് മാറി മില്ലിയുമായി. മിത്തോട്ടനും അങ്ങനെ തന്നെ. എല്ലാ റിലേഷനും കംപ്ലീറ്റ്ലി ഒരു വേറെ വേറെ വാല്യൂസ് അല്ലേ നമ്മൾ കൊടുക്കുന്നത്. അതിങ്ങനെ കമ്പാരിസൺ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബേബി വൈഫ് അങ്ങനെ. പക്ഷെ എന്തൊക്കെയോ നമ്മളിപ്പം ബേബിയൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ അച്ഛനും അമ്മേന്റെയും ഒക്കെ ഒരു വാല്യൂസും അവര് സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നമ്മള് നിന്നെയൊക്കെ എത്ര കഷ്ടപ്പെട്ടാ നമ്മൾ വളർത്തുന്നത്, എന്ത് കഷ്ടപ്പാട് നമ്മൾ വിചാരിക്കില്ല. ദെൻ ഈ ചെറിയ ബോൺ ബേബി മുതൽ ഈ ഒരു 3.5 years ആയി മിലിയോ, അപ്പോഴാണ് നമ്മൾ ഈ ജേർണി ഇങ്ങനെ കടന്നു വരുമ്പോഴാണ് ആക്ച്വലി നമ്മുടെ പേരൻസ് എന്തോരം വിഷമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ഒരു കുട്ടീനെ വലുതാക്കുക എന്ന് പറയുമ്പോൾ അത് പേരൻസിന് മാത്രമേ മനസ്സിലാവുള്ളൂ എന്തോരം സ്ട്രഗിൾ ഉണ്ട്. ഇപ്പൊ ഒരു ചെറിയ പനി മില്യോന് വന്നാൽ മതി, എനിക്കൊക്കെ നെന്നിങ്ങനെ ഇടിക്കും, ഭയങ്കര ടെൻഷനാ. പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റൂല, ഇടക്കിടക്ക് നോക്കും ഓക്കെയാണോ. അവൻ ചെറുങ്ങനെ ഒന്നിങ്ങനെ തിരിഞ്ഞാൽ മതി, അപ്പൊ ഞാൻ എണീക്കും. അപ്പോഴാണ് നമ്മളിപ്പോ കുട്ടികൾക്ക് സൂക്കേട് വന്നാലും അവർ ഭക്ഷണം കഴിക്കാണ്ട് നിൽക്കുമ്പോഴോ അവർ കളിക്കുമ്പോഴോ ഒക്കെ നമ്മുടെ തോട്ട് പ്രോസസ്സ് കംപ്ലീറ്റ്ലി വരും. നമുക്ക് നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വരില്ലേ ചില സമയത്ത്. നമ്മൾ എവിടെയെങ്കിലും ആയിരിക്കും, മോൻ എന്താ ചെയ്യുന്നുണ്ട്, ഓക്കെയാണോ. അപ്പോൾ അതൊക്കെ പേരൻസ് കടന്നു പോകുന്ന ഒരു വഴി എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മള് ടീനേജിലൊക്കെ അമ്മമാര് പറയില്ലേ, നിന്നൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ട്, എന്ത് കഷ്ടപ്പാട്, നമ്മൾ ഇങ്ങനെ വളർന്നെന്നൊക്കെ. ശരിക്കും ഒരു അച്ഛനമ്മ ആവുമ്പോഴാണ് നമുക്ക് ആ ഒരു വാല്യൂ ആക്ച്വലി മനസ്സിലാവുന്നത്. അന്നേരം ഞാനിങ്ങനെ വെക്കും, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കാണുന്ന ഈ ന്യൂസിലെ അമ്മേനെ തലക്കടിച്ചു കൊന്നു, അച്ഛനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുക, എന്ത് കഷ്ടപ്പെട്ടിട്ട് ആ മക്കളെ ഒരാൾ വളർത്തിക്കൊണ്ടിരുന്നത്. ഈ സൊസൈറ്റി ഇങ്ങനെയാണല്ലോ, എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്നില്ലേ, എങ്ങനെ സാധിക്കുന്നത്? സൈറസ് മിലിയോ നിങ്ങളുടെ 3 പേര് കൂടുതൽ പേർക്ക് അറിയണ്ടാവില്ല അല്ലേ? മീറ്റ് മെറി മിലിയോ എന്നൊക്കെ പറഞ്ഞു നമുക്ക് ശരിക്കുള്ള പേര് മിഥുൻ ഋതുഷ. അത് പറയാറില്ല.
ചേർന്ന് ഇല്ല, ഋതുന്ന് എന്റെ വീട്ടില് കുറച്ച് ആൾക്കാർ വിളിക്കും. പക്ഷെ ആരെങ്കിലും, പക്ഷെ എന്റെ ഇൻസ്റ്റാ പ്രൊഫൈല് ഋതുഷ മീത്ത് ആയതുകൊണ്ട് എന്റെ ഫോളോവേഴ്സിനൊക്കെ അറിയാം ഋതുഷ എന്നാണ്. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങളെ കൂടെ പഠിച്ചിരുന്ന ഫ്രണ്ട്സ് ഒക്കെ മേരിക്ക് ഫ്രണ്ട്സ്മാരേ ഇല്ല, ഒരു 3 ആളുണ്ട് കൂടെ പഠിച്ച ആളായിട്ട്. അതായത് നമ്മള് ഹൗസ് വാമിങ്ങിന് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ മിത്തുവേട്ടന്റെ കോൺടാക്ട് ലിസ്റ്റ് എല്ലാം നമ്മളിങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ കഴിയുന്നില്ല, ഇത് 800 ഒക്കെ കഴിഞ്ഞിട്ട് ഇത് കഴിയുന്നില്ല കോൺടാക്ട് ലിസ്റ്റ് മിത്തുവേട്ടൻ്റെത്. മിത്തുവേട്ടൻ എനിക്കൊന്ന് മോർ ദാൻ 3000 കോൺടാക്ട്സ് ഉണ്ട്. അതൊന്നും ഫിൽറ്റർ ചെയ്തിട്ട് നമ്മളിത് എഴുതുന്നത്. അപ്പൊ എന്റേത് എഴുതാൻ നോക്കി, അപ്പം 1, 2, 3, 4 തീർന്നു. മെറി അങ്ങനെ സോഷ്യലൈസ് ചെയ്യുന്ന ഒരു ആളല്ല ആക്ച്വലി. മെറിന്റെ വേൾഡ് ഇസ് പക്ഷെ വെരി സ്മോൾ. മെയിൻ തിങ് നമ്മള് മോസ്റ്റ് ഓഫ് ദി ഫ്രണ്ട്സ് നമുക്ക് മ്യൂച്വൽ ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ മിത്തുവേട്ടൻ എഴുതും. പക്ഷെ എന്റെ വളരെ ക്ലോസ് എന്ന് പറയുന്നത് എനിക്ക് ആകെ 4 ആൾക്കാരേ ഉള്ളൂ. കോളേജ് ഫ്രണ്ട്സ്? കോളേജ് അല്ല, എനിക്ക് ആരുമായിട്ട് കണക്റ്റഡ് അല്ല. കോളേജ്, സ്കൂള്, ഇതുവരെ പോയിട്ടില്ല. ഐ എം നോട്ട് ഇൻ എനി ഗ്രൂപ്പ് ഓൾസോ. എനിക്ക് അറിയില്ല. മെറിന്റെ വേൾഡ് ഇസ് വെരി സ്മോൾ. ഹസ്ബൻഡ്, ബേബി, അമ്മായിയമ്മ, and then her parents and 3 of her friends and my friends. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പൊ 3 പേര് വരുള്ളൂ. എന്റെ ആ 4 ഫ്രണ്ട്സ്, അതാണ് ഞാൻ പറയുന്നത്. ആ 4 ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ. ഒരുപാട് ആൾക്കാർ ഉണ്ടാകുന്നതിനേക്കാളും നല്ല എനിക്ക് ആ 4 ആൾക്കാർ മതി. ഈ 4 ഫ്രണ്ട്സ് സ്കൂളിലാണ്? അല്ലല്ല, എന്റെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടായതാണ്. പിന്നെ എന്റെ വർക്ക് ചെയ്ത ആൾക്കാർ കൂടെ വർക്ക് ചെയ്തത്. ഇറ്റ്സ് മോർ ദാൻ 10 years ഓഫ് ഫ്രണ്ട്ഷിപ്പ്. സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ്. സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ്. 10,000 പേര് വരും. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അവളുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ. കല്യാണം കഴിഞ്ഞപ്പോ എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ മിറിയ. ഒന്നാമത് എല്ലാം മെറിന്റെ അടുത്ത് ഷെയർ ചെയ്യും, എനിത്തിങ് A to Z, അതെന്തായാലും. പിന്നെ മെറി ഒരു സ്ഥലത്ത് തന്നെ വിടാറില്ല. മുറ്റത്തിറങ്ങിയാ മതി, മുറ്റത്തിറങ്ങിയ ഉടനെ ആദ്യം അമ്മായിയമ്മ വരും, എന്റെ അമ്മ വരും, മോനെടുത്തു അപ്പൊ വരും, റോഡ് വരെ വരും. അപ്പൊ തിരിച്ചു കൊണ്ടുവരും. അപ്പത്തേക്ക് ഇവരുടെ 2 കോൾ ഓൾറെഡി വന്നിട്ടുണ്ട്. നിങ്ങൾ എടിയെ പോയ മനുഷ്യ തിരിച്ചു. അല്ല, മിത്തുവേട്ടൻ ആക്ച്വലി അങ്ങനെ. പിന്നെ അമ്മ മിത്തുവേട്ടനെ ട്രീറ്റ് ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് കുഞ്ഞു അവനെ പോലെ അമ്മ മിത്തോട്ടനെ നോക്കാം. അപ്പൊ അയ്യോ എന്തെങ്കിലും ആയാലോ എന്ന് വെച്ചാൽ എനിക്കും ടെൻഷനാണ്. കാരണം മിത്തോട്ടന് ഓൾറെഡി ഒരു അലർജിക്കൊക്കെ ഉള്ള ആളാണ്, ആസ്മയൊക്കെ ഉള്ളതാണ്. ഒന്ന് കല്ലുമ്മക്കായൊക്കെ മണപ്പിച്ചാൽ മതി, അപ്പോൾ ആസ്മ വരാൻ തുടങ്ങും. അതൊക്കെ ടെൻഷനാ. അമ്മക്ക് ടെൻഷനാ, എനിക്ക് ടെൻഷനാ. അപ്പൊ മിലിയോ പോയാലും കുഴപ്പമില്ല, മിത്തോട്ടൻ അവളെ പിടിച്ചോണ്ടാണ്. മിലിയോ പോയാലും തിരിച്ചു വരും. ഇതിങ്ങനെ മറ്റേ കേശുവിന്റെ വീടില് ദിലീപ് നടക്കുന്ന പോലെ ഒരു നടത്താം. പിന്നെ ആരെങ്കിലും തിരിച്ചു വടിയൊക്കെ എടുത്തിട്ട് വരിക. ഇപ്പോഴും അങ്ങനെയാ. വടിയൊക്കെ എടുത്ത് ഞാൻ രാത്രി ചിലപ്പോ ഫോൺ വിളിച്ചിട്ട്, ഞാൻ എല്ലാ കോണ്ടാക്ട്സും കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് സംസാരിക്കും. എനിക്ക് ഭയങ്കര റിലാക്സ് അത് ഞാൻ ഫോൺ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലൂടെ ഇങ്ങനെ നടക്കുക. അമ്മ അപ്പൊ ഒരു വടി എടുത്തിട്ട് വരും രാത്രിയൊക്കെ. അതൊക്കെ പോട്ടെ, നമ്മളിപ്പോ റോഡ് മുറിച്ച് കിടക്കുന്നത്, ഞാനാണ് ഇവരെ കൈ പിടിച്ച് മുറിച്ച് കിടക്കുന്നത്. ഞാൻ അപ്പുറം നോക്കുമ്പോ ഇവരുണ്ടായിരുന്നു. നമ്മൾ ചില റീല് കാണാറില്ലേ, അതായത് ഗേൾ ഫ്രണ്ട് ഇപ്പറായിരിക്കും, ബോയ് ഫ്രണ്ട്, അപ്പോൾ അവൻ ഇപ്പുറം വന്ന് അവളെ കൂട്ടിക്കൊണ്ടുവന്നെ. ഇത് അങ്ങനെയൊന്നും അല്ല, ഇത് നേരെ തിരിച്ചാ. മിത്തോട്ട് ഈ ഫോൺ പിടിച്ചിട്ട് റോഡ് ക്രോസ് ചെയ്യാം. അപ്പൊ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവൻ ഞാനായാലും മിത്തോട്ടിന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, രഞ്ജിത്തേട്ടനായാലും, ലൈക്ക് മൈ ബ്രദർ. അപ്പം ആളൊക്കെ ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് മിത്തോട്ടന്റെ കൈ പിടിച്ച് നടക്കും. അങ്ങനെയാണ് ഫ്രണ്ട്സും അങ്ങനെ തന്നെയാണ്. ഈ ഒരു കസിൻ ബ്രദേഴ്സ് ഉണ്ട്, ഇവരെ യങ് ബ്രദേഴ്സ് ഉണ്ട്. അവരൊക്കെ മിത്തോട്ടനെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് മിത്തോട്ടൻ ആടെ നിൽക്ക്, ഞാൻ വരാം, അപ്പുറത്ത് വരാം. അല്ലല്ല, മിത്തോട്ടൻ നടുക്കഷ്ണ. അവർക്ക് 3 മക്കളുണ്ട്. എനിക്ക് ഏട്ടനുണ്ട്, അനിയത്തിയുണ്ട്, ഞാൻ നടുക്കുള്ളതാ. അപ്പൊ അത് 2 സൈഡും ഉള്ളതുകൊണ്ടാന്ന് എല്ലാരും എപ്പോഴും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടോന്ന്. എനിക്ക് ഭയങ്കര ബ്ലസ്ഡ് ആണ് ആ കാര്യത്തിലൊക്കെ. എല്ലാരും ഒരു സ്പെഷ്യൽ കെയർ എനിക്ക് തരും. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ജോലി ചെയ്യുന്ന സമയത്ത് ബാംഗ്ലൂർ ഒക്കെ ആകുമ്പോൾ ഞാൻ ഫുൾ റീജിയണൽ മാനേജർ ആയിരുന്നു. അപ്പൊ എനിക്ക് ട്രാവൽ ഉണ്ടാവുമല്ലോ, സിറ്റീസ് ഒക്കെ ട്രാവൽ ചെയ്യണം. ഞാൻ ഒറ്റക്ക് മുംബൈ, പൂനെ, അഹമ്മദാബാദ്, ചെന്നൈ, അങ്ങനെ എല്ലാ സിറ്റീസിലും എവറി വീക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാ ഒറ്റയ്ക്ക്. ആ മനുഷ്യനാണ് ഇവരിങ്ങനെ ആലോചിക്കും, ഇത് എങ്ങനെ ഇവർ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മൾ എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാലേ ഞാൻ ഓടി നടന്ന് എല്ലാം ചെയ്യാം.
അവിടെ പോന്നു മിത്തോണ്ട് ഇങ്ങനെ കുഞ്ഞിക്കുട്ടിനെ പോലെ നിന്നിട്ടുണ്ടാവും. എന്നെ എപ്പോഴും എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ എന്നെ വേറൊരു പ്രശ്നം, എയർപോർട്ട് പോലീസ് എപ്പോഴും എന്നെ പൊക്കും. അതെന്താ എനിക്കറിയില്ല. കള്ളലക്ഷണം. അതോ റീസെന്റ് നമ്മള് സൈമ അവാർഡ്സിന് വേണ്ടിട്ട് ദുബായിൽ പോയി. അപ്പൊ ഞാൻ എനിക്ക് എന്റെ മൈൻഡ് ഔട്ടായി നമ്മള് പൊക്കി പൊക്കിട്ടാ പോകുന്നത്. അവിടെ നമ്മളല്ല ഇപ്പം നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ കണ്ണൊക്കെ ഇവിടെ ഉണ്ടാവും, പക്ഷെ എന്റെ തോട്ട് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഞാനിവിടെ വേറെ എന്തെങ്കിലും പ്രോസസ് ചെയ്ത് ചിലപ്പോൾ എന്റെ കണ്ടന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതായിരിക്കും, അതൊക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ ദുബായിൽ ഇറങ്ങി, നമ്മൾ ആദ്യമായിട്ടാണ് ദുബായിൽ പോകുന്നത്. പിന്നെ മെരിയും ഞാനും ഒറ്റയ്ക്കാണ് പോകുന്നത്. അന്നത്തെ ദിവസം ആരും ഇല്ല, അല്ലെങ്കിൽ എപ്പോഴും പോലെ ആരെങ്കിലും നമ്മുടെ റിയാലിറ്റി ഉണ്ടാവും. അവിടെ ഇറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, നമ്മുടെ സ്പോൺസേഴ്സ് സൈമേൻ്റെ ആൾക്കാർ നമ്മളെ പിക്കപ്പ് ചെയ്യാൻ കറക്റ്റ് ടൈമിന് വരുമോ, നമുക്ക് ഇവന്റിന് ഈവനിങ് പോകണം, അപ്പോഴത്തേക്ക് നമ്മൾ റെഡി ആകുമോ, നമ്മളെ ഹോട്ടലിലേക്ക് എങ്ങനെ പോകും, ഈ സ്ഥലം എങ്ങനെയായിരിക്കും, അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പലതും ഇങ്ങനെ ആലോചിക്കാം. ഓവർ തിങ്കിങ് അല്ല, ഞാനെല്ലാം പ്ലാൻ ചെയ്ത് വെക്കും. അപ്പം ഞാനിങ്ങനെ വരുമ്പം എക്സിറ്റിലെത്തിയിട്ട് എല്ലാവരും പോവാണ്, എല്ലാവരും വിട്ടു. നമ്മൾ എത്തുമ്പോൾ അവിടെ 2 CID നിൽക്കുന്നുണ്ട്. അപ്പം ഞാനൊക്കറിയില്ല ഇത് CID-കളാണ്. അയാൾ എന്നെ ഇങ്ങനെ തന്നെ നോക്കി. ഇത് ഒന്നാമത് നമ്മൾ 2 ചോട്ടകള് വലിയ ബാഗൊക്കെ പിടിച്ചിട്ട്, പിന്നെ രണ്ടാളുടെ മുഖത്തും ആ ഒരു ടെൻഷൻ ഉണ്ട് തോന്നുന്നു. അപ്പൊ CID ഇങ്ങനെ എന്നെ കണ്ടിട്ട് ഞാൻ മുമ്പിൽ വന്നേ, നിങ്ങളെ മാത്രം കണ്ടു. CID എന്നെ ഇങ്ങനെ തന്നെ നോക്കി. അപ്പൊ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. എന്റെ മൈൻഡ് അവിടെയല്ല. അയാൾ ഇങ്ങനെ അറ്റാക്കി, എന്നോട് അറിയാണ്ട് ഇങ്ങനെ ആക്കിപ്പോയി. പാസ്പോർട്ട് എന്ത് പ്രശ്നം പോയി. അവിടെ ഡോറാ എക്സിറ്റ്, അപ്പുറം കടന്ന് പിന്നെ എനിക്ക് ടെൻഷനായി. ഞാൻ അറിയാണ്ട് ഇയാള് കള്ള ബിസ്ക്കറ്റ് എങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് മനുഷ്യ. അയാളെന്താ ചോദിക്കുന്നത്, ഞാൻ ഇവിടെ മനുഷ്യന് എന്താ അവസ്ഥ എന്നറിയില്ല. എനിക്ക് പേടിയായി. എനിക്ക് ഒന്നാമത് ഈ പോലീസിനെ ഒക്കെ ഇവിടെ എല്ലാം കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ടെൻഷനാ, അത് ട്രോമയാന്ന് തോന്നുന്നു. അപ്പൊ ഇയാളെല്ലാം വന്ന് ബാഗൊക്കെ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ബാഗിലൊക്കെ ഫുള്ള് മറ്റേ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി, ഇവരുടെ കോസ്റ്റ്യൂമിന്റെ ഒക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ രാജാവിന്റെ റാണിന്റെ ഒക്കെ കോസ്റ്റ്യൂമൊക്കെ ഇതെടുത്തൊക്കെ ഇവിടെ ദുബായിൽ ഇതെടുത്തിട്ട് വൈറ്റും ബ്ലാക്കും ഉണ്ടായിരുന്നു. അപ്പം അവരോട് വെച്ച് നമ്മൾ അവാർഡ് ഷോന് വന്നതാണ്, നമ്മുടെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ. ഓ സൈമ ശരി ശരി അല്ല പൂട്ടിക്കെട്ടി വിട്ടോന്ന് പറഞ്ഞു. അപ്പം ഇറങ്ങി ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ എപ്പോഴും ഈ ചെക്കിങ്ങിൽ, എയർപോർട്ട് ചെക്കിങ്ങിലും പോലീസ് എന്റെ അടുത്ത് ചോദിക്കും, എന്നെ പിടിക്കും. എന്തിനാന്നറിയില്ല. അപ്പൊ മെരിയോ അറിയാം, ഞാൻ എന്താണ് എന്നെ എപ്പോഴും ഇങ്ങനെ നിങ്ങളുടെ മുഖത്ത് മാരക കള്ളലക്ഷണം എന്ന് പറയും. പക്ഷെ ആദ്യമായിട്ട് ഇപ്പൊ മെറ്റേഡ് ഒരു ഇവന്റിന് ഞാൻ മുംബൈയിൽ പോയി. മെറ്റേഡ് ഒരു ഗ്ലോബൽ ഇവന്റ് മുംബൈയിൽ നടന്നിരുന്നു. അപ്പൊ അതിന് പോയപ്പം ആദ്യമായിട്ട് ഞാനിങ്ങനെ ഇവിടുന്ന് ഡ്രസ്സ് ഇട്ടോണ്ടാണ് ഞാൻ പോയത്. കാരണം 1 o'clock ഇവന്റ്, ഇവിടുന്ന് 11 o'clock എന്റെ ഫ്ലൈറ്റ്. അപ്പൊ ഇവിടുന്ന് തന്നെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഞാനങ്ങ് പോയി. അപ്പൊ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ആൾക്കാരെല്ലാം നോക്കി ഏറെ ഈ ഒരു കോസ്റ്റ്യൂമിലൊക്കെ. ഞാൻ ഇപ്പൊ അങ്ങനത്തെ കോസ്റ്റ്യൂം തന്നെ ഇടുന്നത്, പക്ഷെ ബ്ലേസർ ആയിരുന്നു. അപ്പം എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഞാൻ ചെക്കിങ്ങിൽ അവിടെ നിൽക്കുമ്പം അവിടെ നിന്നൊരു പോലീസ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മാൻ യു ലുക്ക് സോ ഹാൻസം. ഞാൻ ആരാണിത്? അവിടെ സർ താങ്ക് യു എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പിന്നെ ചോദിച്ചു ആരാണ്, ഫിലിം സ്റ്റാർ ആവോ മറ്റോ ആണോ എന്നൊക്കെ. ഞാൻ ഫിലിം സ്റ്റാർ എന്നല്ല, ഞാൻ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഇവന്റിന് വന്നതാണ്. ഈ കോസ്റ്റ്യൂം അടിപൊളിയാണ്, അത് ആദ്യമായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. സത്യ ആക്ച്വലി ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ്. ഒരു കണ്ണൂർ ഒരു കോളേജിൽ പോയത്, ഒരു വൈറ്റ് ചൈനക്കാരൻ അതിട്ട് നടക്കാൻ ഒരു കോൺഫിഡൻസ്. വെറൈറ്റി ആയിട്ട് ഇടുന്നത്. എനിക്ക് എന്ത് കോസ്റ്റ്യൂം ആയാലും, ഇടുന്ന എല്ലാ കോസ്റ്റ്യൂമും എല്ലാ സാരീസും കളർ സെലക്ട് ചെയ്യുന്നതും കളർ ചെയ്യുന്നതും ഒക്കെ ഞാൻ. എനിക്കത് ഭയങ്കര ഇഷ്ടം. ഇത് എൻ്റെ കോസ്റ്റ്യൂമാരും. പിന്നെ നമ്മുടെ എന്തോ ഭാഗ്യത്തിന് നമുക്ക് 2 ഡിസൈനേഴ്സ് ഉണ്ട്. ആ വൈറ്റ് ചെയ്ത ജനേല ബുട്ടീക്ക് എന്ന് പറയുന്ന ഒരു ഡിസൈനർ ഞാൻ പിൻട്രസ്റ്റിൽ ഒരു നോക്കി അത് അവർക്ക് കൊടുത്ത് അവർ ഡിസൈൻ ചെയ്തു. പിന്നെ എല്ലാം ഞാൻ ഐഡിയാസ് കൊടുക്കും, പിന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊടുക്കും. പിന്നെ ബാക്കിയുള്ള എൻ്റെ എല്ലാ ഡിസൈൻ ചെയ്യുന്നത് ലബാംബ തലശ്ശേരി എന്നിട്ടൊരു അടിപൊളി സെന്റർ ഉണ്ട്. അവരാണ് എല്ലാം. ഇവൻ ഞാൻ ഇട്ടിരിക്കുന്ന
അപ്പൊ ഞാൻ എന്ത് കോസ്റ്റ്യൂം ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി നോക്കും. അത് ഇപ്പൊ നമ്മളിടുന്ന എല്ലാ കോസ്റ്റ്യൂം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അത് അവരുടെ ഇഷ്ടങ്ങളല്ലേ. കോൺഫിഡന്റ് ആയിട്ട് ക്യാരി ചെയ്യുന്നുണ്ട്. പക്ഷെ നേരിട്ട് കാണുമ്പം എല്ലാരും പറയും അടിപൊളിയായിരുന്നു, എവിടുന്ന് ചെയ്തു, എങ്ങനെ ചെയ്തു, പക്ഷെ ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോയിലെ കമന്റ്സിലൊക്കെയാണ് ആൾക്കാർ ഇവൻ ഏതാടാ അങ്ങനെ എങ്ങനെയൊക്കെ പറയും. ഉണ്ടാക്കല്ല, നമ്മുടെ വെറൈറ്റി കൊടുക്കാറുണ്ടോ? ആദ്യമൊക്കെ ഒരു ആവേശത്തിനൊക്കെ കൊടുക്കാൻ. പിന്നെ നമ്മുടെ പേജിൽ പക്ഷെ ആൾക്കാർ അവരുടെ ഒപ്പീനിയൻ വന്നിട്ട് പറയത്തുള്ളൂ. അല്ലെ ഹേറ്റേഴ്സ് വന്നിട്ട് എനിക്ക് തോന്നിയില്ല അങ്ങനെ ഇല്ല. അങ്ങനെ നിങ്ങൾക്ക് അത്രയധികം നെഗറ്റീവ് കമന്റ്സ് വരുന്നത് വളരെ കുറവ്. നമ്മുടെ പേജിൽ വരാറേ ഇല്ല. പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ പുറത്തുള്ള പേജുകളിൽ വരുമ്പോൾ അവരുടെ ഒരു ക്യാപ്ഷൻ ഉണ്ടല്ലോ, പ്രൊവോക്കിംഗ് ക്യാപ്ഷൻ ആണല്ലോ. ആൾക്കാർക്ക് ആ ഒരു നെഗറ്റീവിലൂടെയാണ് എല്ലാം വൈറലാണ്. അപ്പം ആ ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് ആൾക്കാർ റിയാക്ട് ചെയ്യും. അതുകൊണ്ടാണ്, അല്ലാണ്ട് ഇങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വരാറില്ല. ഫുൾ നല്ല കമന്റ്സ്, പോസിറ്റീവ് വൈബ്സ് ഓൺലി. പിന്നെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ നമ്മള് കാണുന്നത്, ഇഷ്ടപ്പെടുന്നത്. അപ്പം അവർക്കൊക്കെ ഇഷ്ടമാണ്. ലോയൽ ഫോളോവേഴ്സ് ഉണ്ടാവില്ലേ തുടക്കം തുടങ്ങിയുള്ള? ഒരുപാട് അങ്ങനെയുള്ളവരായിട്ട് കണക്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മളെ സ്റ്റാർട്ടിങ് മുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് ആൾക്കാർ ഇപ്പം നമ്മുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അവരായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്. നമ്മള് ടിക്ടോക്ക് മുതലേ നമ്മൾക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്ന, കോണ്ടാക്ട് ചെയ്യുന്ന ഒരു 7-8 ആൾക്കാരുണ്ട്. ആ 8 ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്. പക്ഷെ അവരിപ്പോ നമ്മളെ വീട്ടിൽ വരാറുണ്ട്. നമ്മളെല്ലാ എല്ലാ ഫംഗ്ഷനും അവർ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് നച്ചുവൊക്കെ അല്ലേ, നക്ഷത്ര, ഒരു കപ്പിൾ ഉണ്ട്, പ്രിയ സനുപ്രിയ എന്ന് പറഞ്ഞിട്ട്, കണ്ടിട്ടുണ്ടോ? അവര് ഭയങ്കര വൈറലാ. അവർ ആക്ച്വലി നമ്മൾ തുടങ്ങിയപ്പോഴൊക്കെ അവര് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്താണ്. അവരിപ്പോ നമ്മളെക്കാളും വലിയ ലെവലിലെത്തി. സഞ്ജു ലക്ഷ്മി അവരൊക്കെ പിന്നെ നമ്മൾ കൂടെ തുടങ്ങിയ ആൾക്കാരാണ്. അവരൊക്കെ ആയിട്ട് നല്ല കമ്പനി. എന്റെ ഏറ്റവും വലിയ ഗോസിപ്പ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചു ഞാൻ പറയാം ലക്ഷ്മി. ഇങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല. അവള് പക്ഷെങ്കിൽ ഭയങ്കര രസാണ്. നമുക്കൊരു റിലാക്സ് ഒക്കെ, നമ്മളൊരു വൈബിലുള്ള ഒരാളെ കണക്ട് ചെയ്ത് സംസാരിക്കാൻ ഞാൻ ലക്ഷ്മിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും. ഗോസിപ്പ് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി, നമ്മളെ കണ്ടന്റിനെ കുറച്ച് തന്നെ പറഞ്ഞിട്ട്. പക്ഷെ എന്തും പറയാൻ പറ്റും നമുക്ക്, എന്തും. അവര് വേറൊരു ലെവൽ ടൈപ്പ് ഓഫ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അവര് പിന്നെ വളരെ എക്യുപ്ഡ് ആണ്. അവർക്ക് എല്ലാം ഒരു സെറ്റപ്പും കാര്യങ്ങളും സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല നല്ല ലെവലിൽ ചെയ്ത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ ഒരു നല്ലൊരു ലെവലിൽ എത്തിയിരിക്കുന്ന ഒരു കപ്പിളാണ്. വേറെ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ ഫ്രണ്ട്സ് ഒരുപാട്. ലക്ഷ്മിയാണ്, പിന്നെ ഒന്ന് മനീഷ് തൻശ്രീ. അവര് എന്റെ ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ പോലെയാ. പിന്നെ അവരെന്റെ കോളേജിലാ ബാംഗ്ലൂർ പഠിച്ചിരുന്ന സെൻസറി ആയിരിക്കും അല്ലേ? അവള് ഫാഷൻ ഡിസൈനിങ് ഒക്കെ ഞാൻ PG ചെയ്യും. അറിയോ? നേരിട്ട് അറിയോ? ഇല്ല, കണ്ടുണ്ട് ഞങ്ങള്. ഇനിയിപ്പോ അറിയും. ഇനിയിപ്പോ അവള് പ്രഗ്നന്റ് ആണ്, ഇപ്പാണ് റിവീൽ ചെയ്തത്. പ്രഗ്നന്റ് ആണ്. അപ്പം അതൊരു ഹാപ്പി ന്യൂസ് ആണ്. പിന്നെ കുറെ ആൾക്കാരുണ്ട് പേരെടുത്ത് പറഞ്ഞ പിന്നെ ആരെങ്കിലും മിസ് ആയി കഴിഞ്ഞാല് അത് പ്രശ്നമാണ്. കുറെ ആൾക്കാർ എല്ലാവരുമായിട്ടും ഞാൻ കണക്ഷൻ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ ചില സമയം നമ്മൾ വിളിച്ചിട്ട് അവരൊന്നും എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് വിഷമമാ. പെട്ടെന്ന് ഫീൽ ആവോ? ഇമോഷണൽ ആണോ ചേട്ടൻ? മിത്തോടൻ എന്റെ മുന്നിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യും. പക്ഷേങ്കില് സ്ട്രോങ് അല്ലാന്ന് എനിക്കിപ്പോ തോന്നുന്നത്. ഇല്ല, ഞാൻ എന്റെ ഒരു പ്രശ്നം, എനിക്ക് എല്ലാ കാര്യങ്ങളൊന്നും അങ്ങനെ എഫക്ട് ചെയ്യത്തില്ല. എഫക്ട് ചെയ്യുന്ന കാര്യം ഭയങ്കരമായിട്ട് ഞാൻ ബ്രോക്കായിരുന്നു, പൊട്ടിപ്പോകും. അതെന്ന് വെച്ചാൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്ട് ചില കാര്യങ്ങൾ വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ഞാൻ വെച്ചാൽ ഒട്ടും എനിക്ക് നെഗറ്റീവ് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര പോസിറ്റീവായി ഭയങ്കര ഹാപ്പി. ഞാൻ ഇന്ന് രാവിലെയും കൂടി മെരീൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഉള്ളൂ, നമ്മൾ എന്തെങ്കിലും ഒരു സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് മുഴുവൻ കളയുക, പോസിറ്റീവ് മാത്രം. ഏറ്റവും വലിയ ലൈഫ് സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അത് നമുക്ക് വലിയ പൈസ വേണം, കൊട്ടാരം വേണമെന്നൊന്നും ഉള്ളത് കൊണ്ട് ഹാപ്പി ആയിട്ട് നമ്മൾ. ഞാൻ ചെറുപ്പകാലത്തൊന്നും ഇല്ലായ്മയെന്ന് വളരുമ്പോൾ അപ്പോഴും ഹാപ്പി ആയിരുന്നു. കഷ്ടങ്ങളുണ്ടെങ്കിലും അവിടുന്ന് നമ്മൾ ഈ ഒരു ലെവലിൽ എത്തിയത് ആ ഒരു പോസിറ്റീവ് വൈബ് വെച്ച് പിന്നെ നമ്മൾ ഡ്രീം ഉണ്ടായിരിക്കണം. ആ ഡ്രീമിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ വേണം, അപ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആകുന്നത്. ഉള്ളത് കൊണ്ട് സന്തോഷപ്പെട്ട് നമുക്ക് എന്തൊക്കെ നേടാൻ പറ്റും എന്നുള്ളത് നോക്കി മുന്നോട്ട് പോകാം. അല്ലാണ്ട് ഒരാളെ കുശുമ്പടിച്ച് അടി ഉണ്ടാക്കി, എനിക്ക് അടി പറയുന്നത് ഇഷ്ടമല്ല, ഒരു നെഗറ്റീവ് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. ഞാൻ മെറി എന്തെങ്കിലും
പെണ്ണുങ്ങൾക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ആണല്ലോ. ആ നോട്ടത്തിലുണ്ട്. ഇവിടെ ശരിക്കും ചില സമയത്ത് നാഗവല്ലിയൊക്കെ ആവും. ആ കണ്ണൊക്കെ അങ്ങനെ തന്നെ, ഇങ്ങനെ നോട്ടമൊക്കെ ഉണ്ട്. ഞാനെന്നെ മിണ്ടാണ്ട് നമ്മള് അപ്പൊ ബുദ്ധനാകും. സമാധാനം. മേരി ഇമോഷണൽ ആണ്. ഓ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ കാര്യമൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പൊ എന്തായാലും ഞാൻ കുറച്ച് സ്ട്രോങ് ആയി. ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ചാവി കൊടുത്തു, ഞാൻ ഇങ്ങനെ മോട്ടിവേറ്റ്. പണ്ടൊക്കെ പെട്ടെന്ന് കരയായിരുന്നു, തളരാൻ വിടില്ല. തളർന്ന് ഇങ്ങനെ നടക്കും, അപ്പഴും ഞാൻ പൊന്തിക്കും. നമ്മുടെ കാര്യങ്ങൾ നടക്കൂല ഇവര് തളർന്നിരുന്നാല്. അതുകൊണ്ടാണ് എന്റെ അടുത്ത് അടി ചെയ്യാത്തത്, മനസ്സിലായോ? കാരണം നമ്മളിപ്പം എന്തെങ്കിലും കൊണ്ടുപോയി ഇടുമ്പോ രണ്ട് കൈ കൊണ്ട് അടിച്ചാലേ ശബ്ദം വരും. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് അടിക്കില്ല, ശബ്ദം വരാതിരിക്കാൻ. കാരണം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് നേരത്തേക്ക് മിണ്ടാണ്ടിരിക്കണം, സാരി ഒന്നും എടുക്കൂല, പഞ്ചലോസ്ട്ര സെയില്, അതൊക്കെ ആലോചിച്ചിട്ട് വീഡിയോസ് എടുക്കണ്ടേ വിത്തിട്ടാ. എന്നാലും വിട്ടു തരില്ല. ഡെയിലി വീഡിയോസ് എടുക്കോ? ഓ പിന്നെ ഒരു വീഡിയോ കൂടുതൽ ഡെയിലി ഷൂട്ട് ചെയ്യാറുണ്ട്. പാഞ്ചാലി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണല്ലോ. ക്യാമറയ്ക്ക് വേറെ ആളുണ്ട്. ചില സമയത്ത് നമുക്കൊരു ടീമുണ്ട്, അവരെ കണ്ടിന്യൂസ് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് ഉണ്ടാവും അവിടെ വീട്ടിലെപ്പോഴും. പിന്നെ അതാണ്, അവരൊക്കെ നമ്മളെ ഫാമിലിയാണ്. ഇപ്പൊ അവര് നമ്മളെ സ്റ്റാഫ് എന്നൊന്നും പറയാൻ, ഫ്രണ്ട്സ് സ്റ്റാഫ് എന്നൊന്നുമില്ല, പാഞ്ചാലി വസ്ത്ര ഇപ്പൊ തുടങ്ങിയിട്ട് 3 years ആയി. ഇല്ല ഇനി വരുന്ന മാർച്ചിൽ 2 years ആവും. 2 years ആവും. അപ്പൊ 2 yearsന്റെ മാർച്ചില് എന്താണ് പ്ലാൻ? ആക്ച്വലി ഫസ്റ്റ് അതുകൊണ്ട് നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ട് ഒരു സെയിൽ ഉണ്ടായിരുന്നില്ലേ, മിഡ് നൈറ്റ് സെയിൽ. പക്ഷെ അന്ന് ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും കൂടുതലായിരുന്നു നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. അത് എക്സ്റ്റെൻഡ് ചെയ്തു. കാരണം വെബ്സൈറ്റ് സ്ലോ ആയി. ഒരുപാട് ആൾക്കാര്, അത്രയും ആൾക്കാർ അറ്റ് എ ടൈം ലോഗിൻ ചെയ്യാൻ നോക്കിയപ്പോ വെബ്സൈറ്റ് സ്ലോ ആയി. ആ ഒരു കാരണം കൊണ്ട് നമ്മൾ ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ സെക്കൻഡ് ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഉണ്ടാവോ? ഞാൻ ഒരു കാര്യമൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പുതിയ വീടൊക്കെ ആവുമല്ലോ. അപ്പം എന്തായാലും ഒരു സംഭവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് സീക്രട്ടായിട്ട് അതിന്റെ ഒരു വൈബ് അങ്ങ് പോകും. 2025 എന്തൊക്കെയാ നല്ല അടിപൊളി സംഭവങ്ങൾ ഉണ്ടായി? അയ്യോ, 2025 ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു നമുക്കല്ലേ. ഒരുപാട് കാര്യങ്ങള് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി, പുതിയത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട് എല്ലാ ഇയേഴ്സും അല്ലേ. എനിക്ക് തോന്നുന്നു അതെ ഞാൻ പറയാൻ പോയായിരുന്നു, എല്ലാ ഇയേഴ്സും എവ്രി ഇയർ എനിക്ക് തോന്നില്ലേ നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് നിന്നാക്കുന്ന നമ്മുടെ എല്ലാ ഗ്രാഫ് ഇങ്ങനെ പോകും. നമ്മൾ നെഗറ്റീവ് അടിച്ച് ഒരാൾ വന്ന് നമ്മളെ എന്തെങ്കിലും ഒരു മോശം പറഞ്ഞാൽ അത് ആലോചിച്ച് ഇങ്ങനെ അങ്ങനെ നമ്മൾ ഇതാവും. നമ്മളെല്ലാം ഇഗ്നോർ ചെയ്യാം. പിന്നെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഇത് കൂടെ കുറച്ച് ആൾക്കാരെ സഹായിക്കുക. ഞാൻ അങ്ങനെ എനിക്ക് ജസ്റ്റ് ഒരു ഫിംഗർ ആരെങ്കിലും ഒന്ന് തന്നു ഞാൻ ഒരിക്കലും മറക്കില്ല. അത് മെരിയും അങ്ങനെ തന്നെയാണ്. ആക്രാന്തം എന്ന് പറഞ്ഞാൽ അതില്ലാത്ത ഇത് കൊണ്ടാന്ന് തോന്നുന്നു. ഞാൻ ആൾക്കാരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളെ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും. അതൊക്കെ കൊണ്ട് ആൾക്കാർ എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇപ്പം നമുക്കൊരു ടീമുണ്ട് എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയാലും നമ്മുടെ വീഡിയോഗ്രാഫേഴ്സ് ആയാലും ഫോട്ടോഗ്രാഫേഴ്സ് ആയാലും അവരൊക്കെ ഒരു 5 വർഷത്തിൽ കൂടുതലല്ല ഇവര് നമ്മുടെ കൂടെ ഉണ്ട്. ഇവരൊക്കെ കൊളാബറേഷൻ ഗ്രോത്തിന് അവരും ഒരു 50% അവരും ഒരു ഘടകമാണ് ആക്ച്വലി. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ലബാംബ, നമ്മുടെ ദീപേട്ടൻ, ജിബീഷ് ഏട്ടൻ, സാസ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഞാൻ പേരെടുത്ത് പറയുമ്പോൾ ഇവരൊക്കെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ്. ഇവര് നമ്മൾ വളരുന്ന പോലെ തന്നെ നമ്മൾ എപ്പോഴും അവരെയും പ്രൊമോട്ട് ചെയ്യുന്നു, അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മളെ കൂടെ തന്നെ അവരും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവരൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ അവർ വന്നിട്ട് പറയുകയും ചെയ്യും, വീഡിയോഗ്രാഫർ ചെയ്യാൻ പോയപ്പോൾ മീറ്റ് മെരീന്റെ വീഡിയോഗ്രാഫർ അല്ലേ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പ്രൗഡ് ഫീൽ. അതൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇപ്പൊ നമ്മൾ വളരുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആളും വളരുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. ഒരു കുഞ്ഞു ഗെയിം. ലൈക്ക് എ സ്നോഫ്ലേക്ക്, ലൈക്ക് എ സ്മോൾ ഡിയർ, ലൈക്ക് എ ജാസ്മിൻ. കിട്ടിയില്ല. മഞ്ഞു പോലെ കുഞ്ഞു പോലെ മുല്ല പോലെ ചില്ല പോലെ. 2 little birds lived in a small bamboo nest in a snowy rainy forest. 2 little birds lived in a small bamboo. ഓ, ഇത് എനിക്ക് തോന്നുന്നു ദിലീപിന്റെ സിനിമയിലെ പാട്ട്. അതന്നെ ദിലീപും റോമയും.
ഓർമ്മയില്ല. ഒന്ന് മലയാളത്തിലാക്കി വെക്ക്. 2 little birds lived in a small. മീശ മാധവല്ല പാട്ട്. 2 കുഞ്ഞുകള് കിളികൾ കൂട്ടിൽ അങ്ങനത്തെ എന്താ വരുന്നത്? ആഗതനിലെ പാട്ട്. അതന്നെ അതെനിക്ക് മനസ്സിലായി. അതല്ലേ എന്റെ ലിറിക്സ് കിട്ടുന്നില്ല കുട്ടി. മഞ്ഞുമഴ മഞ്ഞുമഴക്കാലം കുഞ്ഞുമുളം കൂട്ടിൽ രണ്ടിളം പൈകിളികൾ. കണ്ട പറഞ്ഞേ. ഓക്കെ, അടുത്തത്. ഡോണ്ട് ആസ്ക് മീ വാട്ട് ഇറ്റ് ഈസ്. ഡോണ്ട് ആസ്ക് മീ. ഡോണ്ട് യു ഹാവ് സംതിങ് ടു ടെൽ മീ വിത്തൗട്ട് നോ വൺ സീയിങ്. ഞാൻ മലയാളത്തിലേക്ക് ഇംഗ്ലീഷിലേക്ക് ഡോണ്ട് ആസ്ക് മീ, എന്നോട് ചോദിക്കരുത്. ഡോണ്ട് ആസ്ക് മീ, എന്നോട് ചോദിക്കരുത്. ഇതെന്ത് പാട്ടാണോ? എന്നോട് ചോദിക്കരുത്. അടുത്ത വീണ്ടും എന്നോട് ചോദിക്കരുതെന്ന് കണ്ടുപിടിച്ചു. ഡോണ്ട് യു ഹാവ് സംതിങ് ടു ടെൽ മീ വിത്തൗട്ട് നോ വൺ സീയിങ്. ആരോടും പറയാതെ ചോദിക്കരുത്. ഡോണ്ട് ആസ്ക് മീ വാട്ട് ഇറ്റ് ഈസ്. അതാണ്. എന്നോട് ചോദിക്കരുത് എന്താണെന്ന്. എന്നോട് ചോദിക്കല്ലേ മറ്റാരും കാണാതെ എന്നോട് ചൊല്ലാനില്ലേ. പാട്ട് പാടുവോ? ഇടക്ക് പാടും. നല്ല സൗണ്ട്. ഗായിക പോലെ ഉണ്ടോ? പാട്ട് പാടുന്ന തോന്നുന്നു. നല്ല മ്യൂസിക് ഡയറക്ടർ എടുത്താ മതിയായിരുന്നു. പാഞ്ചാലി വസ്ത്രം പോലെ. പാഞ്ചാലി മതി. അടുത്തത്. Did 100 wishes blossom in our eyes and speech? Did 100 wishes blossom in our eyes and speech? കണ്ണിൽ വിടർന്നു നന്നത്. Did 100 wishes. 100 ഇപ്പൊ കിട്ടും. 100 wishes. 100 wishes. ആഗ്രഹം. ആഗ്രഹമല്ലേ എല്ലാം? അല്ല, വേറൊരു വാക്ക്. വിഷ് ചെയ്തു. ആശംസകൾ. 100 ആശകൾ. ഓ മൈ ഗോഡ്. ആരായി ഇത് ടങ് ട്വിസ്റ്റർ. കിട്ടിയേ 7-ാം കടലിലെ എലി 7 ഏണി കയറി. അത് ഭയങ്കര സിമ്പിള്. ഉരുളയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. ഓക്കെ, 3 പ്രാവശ്യം. ഉരുളയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. കറക്റ്റ് ആണോ? ഉരുളയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. ഉരുളയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. ഓക്കെ. ഉരുളയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. മതിയാ? ഉരുളയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. ട്രൈ ചെയ്യണോ? ഉരുളയിലെ കുരുമുളക് ഉരുളലോട്. ഓക്കെ, ഞാൻ പറയാം. ഉരുളയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. ഉരുളയിലെ കുരുമുളക് ഉരുളലോടുരുളൽ. ഇല്ല, ഞാൻ വിട്ട്. ഇതൊന്നും 7-ാം കടലിലെ എലി 7 ഏണി കയറി. 7-ാം കടലിലെ എലി 7 ഏണി കയറി. 7-ാം കടലിലെ എലി 7 ഏണി കയറി. ഈസി. അതാ ഞാൻ പറഞ്ഞത്. ഈസി ആയി. തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിൽ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ തീർന്ന്. തയ്ച്ച സഞ്ചി. തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിലെ തയ്ച്ച ഇത് ചന്തിയിലാകും. ചന്തിക്ക് പകരം ചന്തിക്ക് പകരം അത് പറഞ്ഞല്ലോ. തച്ചൻ തയ്ച്ച സഞ്ചി അല്ലേ? തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിലെ തയ്ച്ച സഞ്ചി. തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിലെ തയ്ച്ച സഞ്ചി. തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിലെ സഞ്ചി. തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിലെ തയ്ച്ച സഞ്ചി. ഇനി പറഞ്ഞു. തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിലെ തയ്ച്ച സഞ്ചി. തച്ചൻ തയ്ച്ച
തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി. തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി. തച്ചൻ തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി. അത് സ്പീഡ് പറയും. സ്പീഡ് തച്ചൻ തയ്ച്ച സഞ്ചി ചന്തയിൽ തയ്ച്ച സഞ്ചി. തച്ചൻ തയ്ച്ച സഞ്ചി. മിത്തോട്ടൻ കുറച്ച് കൊഞ്ചി സംസാരിക്കണ പോലെയാ. അതിനെ എങ്ങനെ നിങ്ങൾ എന്നാ ഞാൻ പറയട്ടെ, ഏത് ഇന്റർവ്യൂവിന്റെ താഴത്തുള്ള കമന്റ് നോക്കോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോന്റെ താഴത്തെ കമന്റ്, ആൾക്കാർ പറയുന്ന ഒരു കാര്യം നെഗറ്റീവില് ഇവരെന്താ എങ്ങനെ കൊഞ്ചി സംസാരിക്കുന്നത്. ആ നിറീന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയാറുണ്ട് അല്ലേ? പക്ഷെ നമ്മുടെ സംസാരം അങ്ങനെയാ, നല്ല രസാണോ? അത് എനിക്ക് പിന്നെ വേറൊരു കാര്യം, നമ്മൾ കണ്ട് നമ്മൾ അതിനോട് യൂസ്ഡ് ആയി. അതൊരു സത്യം, നമ്മൾ യൂസ്ഡ് ആയിലേക്ക് അങ്ങനെയാണ്. മെറി ചില സമയത്ത് മെരീന്റെ അച്ഛനോടൊക്കെ സംസാരിക്കുന്ന കേട്ടാൽ ഞാൻ ഇങ്ങനെ വട്ടാണോ മെറി അച്ഛൻ അങ്ങനെ, ഇവളും ഇവളുടെ സിസ്റ്ററും അങ്ങനെയല്ലേ. അപ്പൊ ഞാൻ ഇതൊക്കെ ആക്ച്വലി ഓൺലൈൻ ഈ വീഡിയോ കിട്ടുന്ന ആൾക്കാർ എന്താ ഇതിലെന്തേലും പറയാ, റിയലി ഇവർ അതിലും കൂടുതലാണ്. അപ്പം ആ ഒരു കമന്റ് വരാറുണ്ട് കേട്ടോ. ഒരെണ്ണം കൂടി ഇല്ലേ, ഞാൻ പറയാം. മത്തൻ മാമൻ മത്തങ്ങ മാങ്ങ മരത്തിൽ തൂക്കി. മത്തൻ മാമൻ മത്തങ്ങ മാങ്ങ മരത്തിൽ തൂക്കി. മത്തൻ മാമൻ മത്തങ്ങ മാങ്ങ മരത്തിൽ തൂക്കി. അത് ഭയങ്കര കുറച്ച് ഈസി. മത്തൻ മാമൻ മത്തങ്ങ മരത്തിൽ തൂക്കി. സംസാരിക്കുന്ന ആൾക്കാർ നിഷ്പ്രയാസം പറഞ്ഞു. അതാണ്